ദക്ഷിണ കൊറിയക്കാരുടെ പ്രിയപ്പെട്ട ഭീമൻ പാണ്ഡെയായിരുന്നു ഫുബാവോ എന്നത്. അപ്പോൾ ഈ ഫുബാവോയെ ചൈനയിലേക്ക് തിരിച്ചയക്കുന്ന നടപടികളൊക്കെ തുടങ്ങിയപ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ ദുഃഖം അത് എത്രത്തോളം വലുതായിരുന്നു എന്ന് ഇതിനു മുൻപ് തത്സമയം റിപ്പോർട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫുബാവോ എന്ന പാണ്ഡെ ഇപ്പോൾ ചൈനയിലേക്ക് മടക്കി അയച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കാണാം. കണ്ണീരോടെ ഫുബാവോയ്ക്ക് വിട പറയാൻ ആയിരങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത്. അഞ്ജലി വിജയകുമാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഞ്ജലി ശരിക്കും ഒരു പാണ്ഡെയാണ്. ആ ഒരു നാട്ടിലുള്ള അത്രയും പേരും ഈ വഴിയിൽ ഇങ്ങനെ അതിനെ യാത്രയ്ക്ക് അത് കണ്ണീരോടെ വിട നൽകുന്നു എന്ന് പറയുമ്പോൾ ഈ കാണുന്ന നമ്മൾക്ക് അത് അത്ഭുതം തന്നെയാണല്ലേ. നോക്കൂ, അവർ കരഞ്ഞുകൊണ്ട് ആ പാണ്ഡെയെ യാത്ര അയക്കുകയാണ്. അതെ, യാത്രയയപ്പ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ദുഃഖഭരിതമാണ്. നമുക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ അത് പറഞ്ഞറിയിക്കാനാവത്തില്ല. അത്തരം ഒരു അനുഭവമാണ് ഇന്ന് ദക്ഷിണ കൊറിയക്കാർക്കുണ്ടായത്. അവരുടെ എല്ലാം പ്രിയപ്പെട്ടവരായിരുന്നു ഈ ഫുബാവോ എന്ന ഈ പാണ്ഡ. അവന് 4 വയസ്സാകുമ്പോൾ അവനെ ചൈനയിലേക്ക് അയക്കണം എന്ന വാർത്ത വന്നപ്പോൾ മുതൽ ഫുബാവോയെ കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് ഈ സൂവിലേക്ക് എത്തിയത്. പാണ്ഡ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടാണ് ഈ ഫുബാവോയെ ചൈനയിലേക്ക്. നമ്മൾ ഈ ചീറ്റയൊക്കെ ഇന്ത്യയിലേക്ക് വാങ്ങിച്ചല്ലോ, അതുപോലെ പാണ്ഡ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടാണ് 4 വയസ്സായപ്പോൾ ഈ ഫുബാവോയെ ചൈനയിലേക്ക് അയക്കുന്നത്. അവന് കൂടുതലും ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷം ചൈനയിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫുബാവോയെ ചൈനയിലേക്ക് അയക്കുന്നത്. പക്ഷേ ഫുബാവോ ഈ ദക്ഷിണ കൊറിയക്കാർക്കിടയിൽ ഉണ്ടായ ഒരു വലിയൊരു ദുഃഖമാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയക്കാർക്ക് ഈ ഫുബാവോ യാത്ര പറയുന്നതിലൂടെ ഉണ്ടാവുന്നത്. അതിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ തട്ടിയത് ഒരു അപ്പൂപ്പൻ്റെ വന്ന് ഫുബാവോയെ കാണുന്നു. അദ്ദേഹം വളരെയധികം വിഷമത്തിൽ അദ്ദേഹം കരയുകയാണ് ഉണ്ടാവുന്നത്. അദ്ദേഹം പറയുന്നത് തൻ്റെ മകനെ പോലെയായിരുന്നു ഫുബാവോ. തനിക്ക് എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടായാൽ ഈ ഫുബാവോയെ കാണാൻ വേണ്ടി അദ്ദേഹം മൃഗശാലയിലേക്ക് എത്തും. അദ്ദേഹം ഈ ഫുബാവോയുടെ വികൃതികളും അവൻ്റെ ഈ കുസൃതിയൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖമെല്ലാം മാറുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുപോലെ നിരവധി പേരാണ് ഫുബാവോയെ ഇപ്പോൾ അവസാനമായി കാണാൻ വേണ്ടി ഈ തെരുവ് വീതികളിൽ എത്തിയത്. ഒരു പക്ഷേ എനിക്ക് തോന്നി പ്രകൃതി പോലെ ഈ ഫുബാവോയെ യാത്ര അയക്കാൻ പറ്റാണ്ട് കരയുകയാണ്. അതായിരിക്കും ഒരു പക്ഷെ അവിടെ സംഭവിച്ച മഴ എന്ന് വേണമെങ്കിൽ പറയാം. കനത്ത മഴയാണ്. അതിനിടയിൽ നിരവധി ആളുകളാണ് കൊട ചൂടിയും റെയിൻകോട്ടൊക്കെ ഇട്ട് ഈ ഫുബാവോയെ കാണാൻ വേണ്ടി എത്തുന്നത്. നമുക്കറിയാം, ഒരു മൃഗത്തിന് ഇത്രയും വലിയ ഒരു യാത്രയെ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അത് കാണുമ്പോൾ നമുക്ക് പോലും ഒരു അത്ഭുതം തോന്നുന്നത്. സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായ ഒന്നിനെ അടർത്തി മാറ്റിക്കൊണ്ട് പോകുന്നത് പോലെയുള്ള സങ്കടമായത്. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം അവർക്ക്. അതുകൊണ്ടായിരിക്കുമല്ലോ അത്രത്തോളം ആളുകളെല്ലാം തടിച്ചുകൂടി അങ്ങനെ കരഞ്ഞുകൊണ്ട് അവർ യാത്ര നൽകിയത്. ശരി അഞ്ജലി.